Be kind and helpful to your classmates. Be kind and helpful to your classmates. We will have to stop here. We will have to stop here. Could you sit up please? Could you sit up please? ഇതെല്ലാം സ്ഥിരമായി നമ്മൾ ക്ലാസ് റൂമിൽ കേൾക്കുന്ന ഫ്രേസസ് ആണല്ലേ. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതും ഇത്തരം ക്ലാസ് റൂം ഫ്രേസസിനെ കുറിച്ചാണ്. പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് ഫ്രേസസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ലാസ് റൂം ലാംഗ്വേജിനെ കുറിച്ചാണ്. ഒരു കാര്യം തന്നെ നമുക്ക് പലതരത്തിൽ പറയാം. ക്ലാസ് റൂം ലാംഗ്വേജിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫ്രേസ്, അതായത് ക്ലാസ് റൂമിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫ്രേസസ് ഏതെല്ലാം തരത്തിൽ പറയാം എന്നതിനെ കുറിച്ചാണ്. ആദ്യം തന്നെ ഹൗ ആർ യു എന്നതിൽ തുടങ്ങാം. ഹൗ ആർ യു മലയാളത്തിൽ സുഖമാണോ? ഇതിനു പകരം നമുക്ക് ഹൗ ആർ യു ടുഡേ എന്ന് ചോദിക്കാം. ഹൗ ആർ യു ടുഡേ? ഹൗസ് ലൈഫ്? ഹൗസ് ലൈഫ്? ഹൗ ആർ തിങ്സ് വിത്ത് യു? ഹൗ ആർ തിങ്സ് വിത്ത് യു? ആർ യു ഫീലിംഗ് ബെറ്റർ ടുഡേ? ആർ യു ഫീലിംഗ് ബെറ്റർ ടുഡേ? ഇനി ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ സ്ഥിരമായി പറയുന്നത് ലെറ്റ്സ് ബിഗിൻ അവർ ലെസൺ നൗ എന്നാണ്. ലെറ്റ്സ് ബിഗിൻ അവർ ലെസൺ നൗ. ഇതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ ലെസൺ ആരംഭിക്കാം എന്നാണ്. ഇനി ഇതിനു പകരം നമുക്ക് വി ഇനീഷ്യേറ്റ് അവർ ചാപ്റ്റർ. വി ഇനീഷ്യേറ്റ് അവർ ചാപ്റ്റർ. ഹിയർ ബിഗിൻസ് അവർ ന്യൂ ചാപ്റ്റർ. ഹിയർ ബിഗിൻസ് അവർ ന്യൂ ചാപ്റ്റർ. I hope you all are ready for your lesson. I hope you all are ready for your lesson. I think we can start now. I think we can start now. ഇനി let's stop now. Let's stop now. അർത്ഥം ഇനി നിർത്താം എന്നാണ്. ഇതിന് പകരം it's time to finish. It's time to finish. Let's call it the day. Let's call it the day. It's time to wrap up the class. It's time to wrap up the class. We will bring the class to an end. We will bring the class to an end. അടുത്തത് wait a minute. Wait a minute. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ അല്ലേ? അതിനു പകരം hang on a moment. Hang on a moment. Just hold a moment. Just hold a moment. Give me a moment. Give me a moment. Hold up for a second. ഇനി കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ നമുക്ക് പറയാം there is nothing wrong with your answer. There is nothing wrong with your answer. നിങ്ങളുടെ ആൻസറിൽ തെറ്റൊന്നുമില്ല. ഇനി ഇതേ കാര്യത്തെ വീണ്ടും നമുക്ക് പറയാം what you said was perfectly all right. What you said was perfectly all right. You didn't make a single mistake. You didn't make a single mistake. That's exactly the point. That's exactly the point. ഇനി സ്ഥിരമായി കേൾക്കുന്ന ഒന്നാണ് വെരി ഗുഡ്. പറയുന്നതിൽ തെറ്റൊന്നുമില്ല, എന്നാൽ ഈ സ്ഥിരം ശൈലി ഒന്ന് മാറ്റിപ്പിടിക്കാം. പകരം വെൽ ഡൺ. വെൽ ഡൺ. എക്സലന്റ്. എക്സലന്റ്. ദാറ്റ്സ് നൈസ്. ദാറ്റ്സ് നൈസ്. വെൽ സെഡ്. വെൽ സെഡ്. മാർവലസ്. മാർവലസ്. ദാറ്റ്സ് കറക്റ്റ്. ടെറിഫിക്. വെരി ഫൈൻ. ഔട്ട്സ്റ്റാൻഡിങ്. സൂപ്പർബ്. ഗ്രേറ്റ് വർക്ക്. ഇംപ്രസീവ് എന്നെല്ലാം പറയാം. ക്ലാസ് റൂം ലാംഗ്വേജ് ഇവിടെ തീരുന്നില്ല, ബാക്കി മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ക്ലാസ് റൂം ലാംഗ്വേജിനെ കുറിച്ചാണ്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എനിക്കും ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. അപ്പോൾ താങ്ക് യുവിന് പകരം ഐ എം ഗ്രേറ്റ്ഫുൾ. I owe you one. I owe you one എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ബാക്കി പിന്നെ